ഹ്യൂമറാണ് സനൂപിന് ഏറ്റവും താല്പര്യമുള്ളൊരു വിഷയം, ഏറ്റവും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞു. പണ്ട് തൊട്ടേ പറയുന്നതാണ് ഏറ്റവും പാടാണ് ഹ്യൂമർ എഴുതൽ, ഏറ്റവും പാടാണ് ആൾക്കാരെ ചിരിപ്പിക്കൽ, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ. കാരണം ചില കണ്ടൻറ്റൊക്കെ കമൻറ്റ് പോലും നമ്മൾ ചിരിച്ച് മറിയാറുണ്ട്. ചില കണ്ടൻറ്റിൽ വരുന്ന ആൾക്കാരുടെ ഹ്യൂമർ സെൻസ്, എല്ലാവർക്കും അവരൊരു ഹ്യൂമർ സെൻസ് കാണിക്കാനുള്ള ഒരു വേദിയുണ്ട് ഇപ്പോൾ. നിങ്ങളപ്പോൾ എങ്ങനെയാണ് പുതിയൊരു സാധനം ചെയ്തു കൊടുക്കുന്നത്? ആക്ച്വലി നമ്മൾ ചെറുപ്പം മുതലേ ഫാദർ സിനിമ കാണിക്കുന്നത് പ്രിയദർശനും സിദ്ദിഖ്ലാൽ ആ പടങ്ങളാണ് ഏറ്റവും കൂടുതൽ ഞാൻ കാണാറുള്ളത്. പിന്നെ നമ്മൾ അറിയാലോ പെരുവണ്ണാപുരത്ത് പഴയ ലെജൻസ് അവരുടെ പരിപാടികൾ അത് നമ്മൾ റിപ്പീറ്റ് എപ്പോഴും കാണുന്നത്. അതാ വീട്ടിൽ നിന്ന് ഇപ്പൊ സ്കൂളിൽ നിന്നൊക്കെ വന്നാലും നമ്മൾ കാണുന്നത് ഈ പടങ്ങൾ തന്നെയാണ് എപ്പോഴും. ആ സമയത്ത് ഇപ്പോഴും അത് കണ്ടിരിക്കുന്നത്. ആ സാധനം ഉള്ളതുകൊണ്ട് ഭയങ്കര. പിന്നെ നമ്മുടെ കൂട്ടുകാരും സർക്കിളിലുള്ള ആൾക്കാരൊക്കെയും അത്യാവശ്യം നർമ്മം പറയുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ സാധനം കിട്ടും. പിന്നെ ചില സാധനമൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും ഡേയ്സ് ആയിട്ട്. അങ്ങനെയാണ് ഇതിന്റെ പരിപാടി. കൂട്ടുകാർ പറയുന്ന നർമ്മം നമുക്ക് പലപ്പോഴും കാണിക്കാൻ പറ്റില്ല, കാരണം അങ്ങനത്തെ അതെ നമ്മളത് ഭയങ്കര പ്രശ്നമുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഐഡിയ സ്റ്റാർ സിംഗർ വന്ന സമയത്ത് അത്യാവശ്യമൊക്കെ മൂളിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊക്കെ. ഇപ്പം നമ്മളാണെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും പാട്ട് പാടി കഴിഞ്ഞാൽ ആ പരിപാടിയൊക്കെ വന്നതിന് ശേഷം നമ്മൾ പാട്ട് പാടൂല. കാരണം ക്രിട്ടിക്സ് ഭയങ്കര അവിടെ പോയി ഇവിടെ പോയി. ഇന്ന് ആ ലെവലില് ആൾക്കാർ സിനിമേനെ പറയണ ഓഡിയൻസായി. അപ്പം നമ്മൾ നോക്കിയിങ്ങോട്ടൊക്കെ ചെയ്യണം. പിന്നെ ഒരു പരിധി കൂടുതൽ ഇപ്പം ഡയറക്റ്റ് ചെയ്യാത്ത പടങ്ങൾ നമ്മൾ എഴുതി കൊടുക്കുക, ഡയറക്ടറായിട്ട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സംഭവിക്കണം. അപ്പം ഈ ഒരു വാക്കിൽ വരെ ഹ്യൂമർ പറയുന്ന ആൾക്കാരായി. അപ്പൊ നമ്മൾ ഈ 2.5 മണിക്കൂർ അതിന്റെ ഇടയിൽ എങ്ങനെ പറയാന്നൊക്കെ പറയുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ചില ഹ്യൂമർ ചില ആൾക്കാർക്ക് വർക്കാവും. ഇതൊരു മീറ്റർ ആണല്ലോ, ഇങ്ങനെ ലൈനിൽ പോകണം. ഞാനിപ്പോ ഒരു ഹ്യൂമർ പറഞ്ഞിട്ട് വർക്കായില്ലെങ്കിൽ നമ്മൾ തമ്മിൽ നോക്കുമ്പോൾ അതാണ് ഹ്യൂമർ. പിന്നെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ചില കൂട്ടുകാർക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴൊക്കെ ആ ഹ്യൂമർ സാധനം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്.